നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖല 2026-27 അക്കാഡമിക് ഇയറിലെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുകയാണ്. പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് പലർക്കും ഈ 2026 ഈ കോഴ്സ് പഠിക്കുമ്പോൾ പോലും തങ്ങൾ ഏത് സിലബസാണ് ഫോളോ ചെയ്യുന്നത്, എന്താണ് തങ്ങൾ പഠിക്കുന്ന കോഴ്സിൻ്റെ കരിക്കുലത്തിൻ്റെ പ്രത്യേകത, ഇതൊന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഏത് രീതിയിലാണ് മികച്ച രീതിയിൽ അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനത്തെ പല കാര്യങ്ങളെക്കുറിച്ചും ധാരണക്കുറവുണ്ട് എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തങ്ങളൊരു കോഴ്സ് എടുത്തു, ഇനി ആ കോഴ്സ് 4 വർഷം കൊണ്ട് പൂർത്തിയാക്കണം എന്നതിനപ്പുറത്തേക്ക് കോഴ്സിൻ്റെ ഘടനയെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ഇതുവരെ ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് പൂർണ്ണമായിട്ടും ശരിയുമല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോഴ്സിനെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. KTU എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക സാങ്കേതിക സർവകലാശാലയാണ്. 2014 ഈ സർവകലാശാല വരുന്നതും 2015-16 അക്കാഡമിക് ഇയറിലാണ് ആദ്യ ബാച്ചിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ KTUവിൻ്റെ 12th ബാച്ചിലെ വിദ്യാർത്ഥികളോടാണ്, അവരുടെ രക്ഷിതാക്കളോടാണ്, നിങ്ങളെങ്കിലും കൃത്യമായി ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ കോഴ്സ്, നിങ്ങളുടെ കോളേജ്, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കാഡമിക് ആക്ടിവിറ്റീസ് തുടങ്ങാൻ കഴിയട്ടെ. KTU എന്ന് പറയുന്നത് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ് നടത്തുന്നത്. 4 വർഷം എന്ന് പറയുന്നത് 8 സെമസ്റ്ററുകളിലായിട്ടാണ്. ഓരോ സെമസ്റ്ററിലും പൂർത്തിയാക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് KTUവിൻ്റെ കരിക്കുലത്തിൽ പറഞ്ഞിട്ടുണ്ട്. 12th ബാച്ചിനെ സംബന്ധിച്ചോളം 2024 റിവൈസ്ഡ് സിലബസാണ് ഫോളോ ചെയ്യുന്നത്. 2024 റെഗുലേഷൻസാണ് ഇവർക്ക് ബാധകമായിട്ട് വരുന്നത്. അപ്പോൾ 2014 KTU വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം പല യൂണിവേഴ്സിറ്റികൾ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ പല സമയത്തായിരുന്നു അക്കാഡമിക് ആക്ടിവിറ്റീസ് പൂർത്തിയാവുന്നത്. ഉദാഹരണത്തിന് അഡ്മിഷൻ നടക്കുന്നു, പിന്നീട് കോഴ്സുകൾ പല സമയങ്ങളിൽ പൂർത്തിയാക്കുന്നു, എക്സാമിനേഷൻസ് പല സമയത്താണ് നടക്കുക, അതുകൊണ്ട് തന്നെ റിസൾട്ട് പല സമയത്താണ് വരിക. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതിൽ നിന്ന് മാറി ഇപ്പോൾ KTUവിൻ്റെ കീഴിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം എഞ്ചിനീയറിംഗ് കോളേജിലും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പൊതു സമയം പാലിച്ചുകൊണ്ട് തന്നെ പൂർത്തിയാക്കപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ക്രെഡിറ്റ് എന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കോഴ്സിൻ്റെ ഭാഗമായി പൂർത്തിയാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആകെ തുകയായിട്ട് കാണാം. KTUവിൻ്റെ BTech പ്രോഗ്രാം 3 വേരിയൻ്റായിട്ടാണ് നടക്കുന്നത്. ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് 170 ക്രെഡിറ്റുള്ള BTech ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതേ കോഴ്സ് തന്നെ 15 ക്രെഡിറ്റ് കൂടെ കൂടുതലായിട്ട് ചേർത്തുകൊണ്ട് മൈനർ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ 170 ക്രെഡിറ്റിന് പുറമെ 15 ക്രെഡിറ്റ് കൂടെ വരുന്നു. ഈ 15 ക്രെഡിറ്റ് മൈനർ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മൈനർ സബ്ജക്റ്റായിട്ട് AI ഡാറ്റാ സയൻസോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരേ സമയം മറ്റൊരു ഡൊമൈൻ കൂടെ തങ്ങളുടെ എഞ്ചിനീയറിംഗ് പഠന കാലയളവിൽ പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ അവരുടെ ആക്സെപ്റ്റൻസ് വർദ്ധിക്കും. അപ്പോൾ ഇതാണ് മൈനർ എന്ന ടേം വരുമ്പോൾ ഇതിനകത്ത് വരുന്ന വ്യത്യാസം. 170 എന്നുള്ളത് 15 ക്രെഡിറ്റ് കൂടെ കൂടിയിട്ട് 185 ക്രെഡിറ്റ് ആവും. പല വിദ്യാർത്ഥികളും പൊതുവായി സെലക്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് 170 ക്രെഡിറ്റിൻ്റെ ബേസ് പ്രോഗ്രാമും 15 ക്രെഡിറ്റിൻ്റെ മൈനറും കൂടെ കൂട്ടിച്ചേർത്തിട്ട് 185 ക്രെഡിറ്റുള്ള BTech പ്രോഗ്രാം. ഇതുകൂടാതെ ഇനി ഹോണർ എന്ന് പറയുന്ന ഒരു വേർഷൻ കൂടിയുണ്ട്. അതിൽ വീണ്ടും ഒരു 15 ക്രെഡിറ്റ് കൂടെ വരും. അങ്ങനെ ടോട്ടൽ 200 ക്രെഡിറ്റ്സ്. അപ്പോൾ 200 ക്രെഡിറ്റ് കൊണ്ട് നമുക്ക് BTech ഇൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാം. 185 എന്ന് പറയുന്ന ക്രെഡിറ്റ് കൊണ്ടും BTech പൂർത്തിയാക്കാം. 170 എന്ന് പറയുന്ന ക്രെഡിറ്റ് കൊണ്ടും BTech പൂർത്തിയാക്കാം. ഇതാണ് BTechലെ 3 വേരിയൻറ്റുകൾ. ഈ 3 ചോയ്സും എടുക്കുന്നതിന് മുമ്പ് കൃത്യമായി ആലോചിക്കണം. തങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം ഇത്തരത്തിൽ ക്രെഡിറ്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തി കോഴ്സുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. 170 ക്രെഡിറ്റ് തന്നെ പൂർത്തിയാക്കാൻ പറ്റാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചോയ്സ് എടുക്കരുത്. ഒരു സജഷൻ എന്നുള്ള രീതിയിൽ 185ൻ്റെ കോമ്പിനേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ചും 2026 അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ 2030 ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇൻഡസ്ട്രിയിൽ എന്തായിരിക്കും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൻ്റെ കൂടെ ഈ മൈനർ പ്രോഗ്രാംസ് ആഡ് ഓൺ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് ബേസ്ഡ് അക്കാഡമിക് ആക്ടിവിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. 170 ക്രെഡിറ്റുകളിലായിട്ട് കുട്ടികൾ പഠിക്കുന്നു. KTU വിഭാവനം ചെയ്തിട്ടുള്ള ഈ ക്രെഡിറ്റ് സിസ്റ്റം പല തട്ടുകളിലായിട്ടാണ് നമുക്ക് അക്കാഡമിക്സിൽ പ്രതിഫലിക്കുന്നത്. 9 ക്രെഡിറ്റുമായി നിൽക്കുന്ന HMC ആണ് ആദ്യത്തെ ഒരു വിഭാഗം.
HMC എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹ്യൂമാനിറ്റീസ് വരും, സോഷ്യൽ സയൻസ് വരും, മാനേജ്മെൻറ്റ് വരും. ഇതെല്ലാം നമ്മൾ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം അത് അതിനകത്ത് വരുന്നുണ്ട്. BSc എന്ന് പറയുന്നതിനകത്ത് ബേസിക്സ് സയൻസ് എന്ന് പറയുന്ന വിഭാഗം BSc. ഈ BSc എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടക്കുന്ന ഒരാൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സയൻസ് സബ്ജക്റ്റുകളിലെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. +2 നമ്മൾ പഠിക്കുന്നതാണ്. അത് എഞ്ചിനീയറിങ്ങിന് പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു മോഡ്യൂൾ വരുന്നത്. അതാണ് BSc. ഇതിനകത്ത് വരുന്നത് 20 ക്രെഡിറ്റ് ആണ്. പിന്നീട് ഇതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട എഞ്ചിനീയറിംഗ് സയൻസ് ഉണ്ട്, ESC എന്ന് പറയുന്നത്. അതിനകത്ത് 29 ക്രെഡിറ്റ് വരുന്നു. അപ്പോൾ ആദ്യത്തെ 9, 20, 29 എന്ന് പറയുന്ന ആ ബേസിക്സ് ആണ് നമ്മളവിടെ പൂർത്തിയാക്കുന്നത്. പിന്നീട് വരുന്ന ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് 54 ക്രെഡിറ്റ് ഉള്ള പ്രോഗ്രാം കോർ കോഴ്സാണ്. അതായത് നമ്മൾ എടുക്കുന്ന കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പഠന മേഖലയാണ്. ഇത് ഓരോ കോഴ്സിനും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ 54. പിന്നീട് വരുന്നതാണ് PBL, പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്. ഇത് പ്രധാനമായിട്ടും നമ്മളെടുക്കുന്ന പ്രോഗ്രാം കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ PBL വരുന്നത് 16 ക്രെഡിറ്റ് ആണ്. പിന്നീട് വരുന്നത് എലക്റ്റീവ് സബ്ജക്ട്സ് ആണ്. പ്രോഗ്രാം എലക്റ്റീവ് എന്ന് പറയും. 18 ക്രെഡിറ്റ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നീട് വരുന്നത് ഈ ഓപ്പൺ എലക്റ്റീവ്, ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് വരുന്ന എലക്റ്റീവ്സ്, അതെല്ലാം കൂടി വരുന്നത് ഒരു 9 ക്രെഡിറ്റ് ആണ് വരുന്നത്. പിന്നീട് വരുന്നത് PWS എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിനകത്താണ് പ്രോജക്റ്റ് വർക്ക്, സെമിനാർ, പ്രസൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ളത്. ഇതൊരു 10 ക്രെഡിറ്റിൽ വരുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ചെയ്യാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട അവയർനെസ് ഒക്കെ വേണം. അതിനൊരു ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ, അതിനും ഒരു ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമുകൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള കോളേജിൽ അവൈലബിൾ ആയിരിക്കും. അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു ക്രെഡിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, സ്കിൽ എൻഹാൻസ്മെൻറ്റിന് കിട്ടുന്ന മാക്സിമം പോസിബിലിറ്റീസ് അത് നിങ്ങളുടെ കോളേജിൽ ഏതൊക്കെ മേഖലയിലാണോ കിട്ടുക ആ മേഖല പരമാവധി യൂസ് ചെയ്യണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ഡാറ്റാ സയൻസിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ എക്സ്പെർട്ടൈസ് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ പഠിക്കുന്നത് പിന്നീട് ഗുണം ചെയ്യും. കാരണം സോഫ്റ്റ്വെയറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും അതുമായി ബന്ധപ്പെട്ട മേഖലയൊക്കെ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം സ്കിൽ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റിന് വേണ്ടി മാത്രമായിട്ട് ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള മാക്സിമം ടെക്നിക്കൽ സ്കില്ലുകൾ, എഞ്ചിനീയറിംഗ് സ്കില്ലുകളൊക്കെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ ഈ പഠന കാലയളവിൽ തന്നെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് 170 ക്രെഡിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആകെ കൂട്ടിക്കഴിഞ്ഞാൽ 170 ആയില്ല. 170 ആണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് പറയുന്ന സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് ഉണ്ട്. അതും കൂടെ വരുമ്പോൾ ആ 3 ക്രെഡിറ്റും കൂടെ വരുമ്പോഴാണ് 170 വരുന്നത്. അപ്പോൾ 167 + 3 എന്ന് പറയുന്ന രീതിയിലാണ് 170 ക്രെഡിറ്റ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ക്രെഡിറ്റ് സിസ്റ്റത്തിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഉൾപ്പെട്ട വിഷയങ്ങൾ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഇത് ഓരോന്നും അതാത് സെമസ്റ്ററുകളിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. 8 സെമസ്റ്ററുകളിലായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. S1ലോ S2ലോ നമുക്കൊരു പേപ്പർ എഴുതിയെടുക്കാൻ പറ്റിയില്ല. അതവിടെ എങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ S3ലേക്ക് വരുമ്പോൾ ആ സെമസ്റ്ററിലെ വർക്ക് ലോഡും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് അധികമായിട്ട് വരുന്നത്. പലപ്പോഴും ഈ ആദ്യ സമയത്ത് പഠിക്കുന്ന കോഴ്സുകളിൽ ഏതെങ്കിലുമൊക്കെ എക്സാം എഴുതി എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതാത് സെമസ്റ്ററിലെ കാര്യങ്ങൾ അതാത് സെമസ്റ്ററിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴേ വിഭാവനം ചെയ്യണം എന്ന് അതിൻ്റെ രത്നച്ചുരുക്കം. അപ്പം ഇതാണ് നമ്മളുടെ KTUവിൻ്റെ ക്രെഡിറ്റ് സ്ട്രക്ചറും നമ്മളെ കോഴ്സിനെ ഏത് രീതിയിൽ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള എളുപ്പവഴി. ഞാനിതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈ സംശയം ചോദിച്ചിരുന്ന ആളുകൾക്കൊക്കെ അവർക്ക് അവരുടെ സംശയങ്ങൾ മാറുന്ന രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്